ഹലോ കൂട്ടുകാരെ, ഇന്ന് ആഗസ്റ്റ് 15. അപ്പം നമുക്ക് നല്ലൊരു ആഗസ്റ്റ് 15-മായി ബന്ധപ്പെട്ട ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരു ചിത്രം വരയ്ക്കാം. ആദ്യമായിട്ട് ഞാൻ വരയ്ക്കുന്നത് ഗാന്ധിജിയുടെ ചിത്രമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രപിതാവിൻ്റെ നമ്മളിവിടെ തലയുടെ ഭാഗം നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗത്ത് കിടക്കാം. ലെഫ്റ്റ് സൈഡിൽ കണ്ണ് ഞാൻ ഇവിടെ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കണ്ണാടി, റൗണ്ട് ഷേപ്പുള്ള കണ്ണാടിയും നമുക്ക് വരയ്ക്കാം. കണ്ണട വരയ്ക്കാം. കണ്ണട ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൺ സൈഡ് നോക്കുന്ന ഗാന്ധിജി ആയതുകൊണ്ട് തന്നെ ആ സൈഡ് നമുക്കിവിടെ മൂക്കിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. തികച്ചും ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. ഓക്കെ, നമുക്കിവിടെ കവിളിൻ്റെ ഭാഗം ഏകദേശം വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മീശയുടെ ഭാഗം വരക്കാം. പതിയെ പതിയെ മീശയുടെ ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുക്കുന്നുണ്ട്. മീശയുടെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത സൈഡിലുള്ള കണ്ണടയുടെ ആ ഗ്ലാസ് ഒന്ന് വരക്കാം. ഫ്രെയിം വരക്കുന്നുണ്ട്. ഇപ്പോൾ റൗണ്ട് ഷേപ്പുള്ള ഫ്രെയിം നമ്മളിവിടെ കറക്റ്റായിട്ട് വരക്കുന്നു. ഫ്രെയിം നമ്മൾ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ വരക്കുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ കണ്ണ് നമ്മൾ വരച്ചെടുക്കുകയാണ്. കണ്ണും അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിലത്തെ കൃഷ്ണമണിയും നമ്മൾ വരക്കുന്നു. ഓക്കെ, നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണി വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ചെറിയൊരു മടക്കളൊക്കെ വരച്ചു. പിന്നെ കണ്ണടയിൽ നിന്ന് പോകുന്ന കണ്ണടയുടെ കാല് ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ചെറിയ ചെറിയ നെറ്റിയുടെ ചുളി പോലുള്ള ആ വരകളും വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ മുടിയുടെ ഒരു ഷേപ്പാണ് വരക്കുന്നത്. ഒരു സൈഡിലത്തെ മുടിയുടെ ജസ്റ്റ് കാണുന്ന ആ ചെറിയ ചെറിയ വെളുത്ത മുടികൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെവി വരക്കണം. ആ കണ്ണട വെച്ചിരിക്കുന്ന ആ ചെവിയുടെ ഭാഗം നമ്മൾ വരയ്ക്കുകയാണ്. ചെവിയുടെ മടക്കുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന പോർഷൻസ് വരക്കാം. മീശയുടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴത്തെ ആ ചുണ്ടിൻ്റെ ഭാഗം നമുക്ക് വരക്കാം. താഴത്തെ ചുണ്ട് വരച്ചു. ഓക്കെ, നമുക്ക് ചുണ്ടും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി വരുന്ന താടിയുടെ ഒരു പോർഷൻസാണ് വരക്കേണ്ടത്. എല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ താടിയുടെ ആ പോർഷൻസും കറക്റ്റായിട്ട് വരക്കുന്നുണ്ട്. ഓക്കെ, വളരെ സാവധാനം നമ്മുടെ താടിയുടെ ഷേപ്പും നമ്മൾ വരച്ചിട്ടുണ്ട്. മുഖം നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് വരുന്ന കഴുത്തിൻ്റെ ഭാഗം, അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ വരക്കാം. കഴുത്തിലുള്ള മടക്കളൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ താഴത്തേക്ക് വരുന്ന ഗാന്ധിജി ഉടുത്തിരിക്കുന്ന ആ ഡ്രസ്സ് അതും വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഗാന്ധിയുടെ ഒരു ഔട്ട്ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായി ഫ്രീഡം ഫൈറ്റർ വരക്കാം. അടുത്തത് ആരാണ് വരക്കേണ്ടത്? അടുത്തത് നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ വരയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജവഹർലാൽ നെഹ്റു വരക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്കവിടെ ആ തൊപ്പി എന്ന് വരക്കാം കേട്ടോ. ജവഹർലാൽ നെഹ്റുവിൻ്റെ തൊപ്പി നമ്മളിവിടെ വരക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഷേപ്പ് നമ്മൾ വരച്ചെടുക്കുക. പിന്നെ ഞാൻ ഇവിടുന്ന് ആ ഒരു മുടിയുടെ ഭാഗം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ചെവിയുടെ ഭാഗം നമ്മൾ വരക്കാം. അല്ലെ, ഒരു വൺ സൈഡ് വ്യൂ ആണ് ഇതും. അപ്പോൾ ആ വൺ സൈഡ് വ്യൂവിൽ കാണുന്ന ആ ചെവിയുടെ ഭാഗം വരക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ണിൻ്റെ മുകൾ വശത്തെ പിരികം വരക്കാം. രണ്ട് സൈഡിലും പിരികം ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ നെറ്റിയുടെ ഭാഗം വരച്ചു. പിന്നെ അതുപോലെ താഴത്തേക്ക് എടുത്തു. പിന്നെ മൂക്കിൻ്റെ പോർഷൻസ് നമ്മൾ നീട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ കണ്ണ് വരച്ചു. പിന്നെ കണ്ണിൻ്റെ താഴത്തുള്ള ഭാഗം വരക്കുന്നുണ്ട്. കവിളിൻ്റെ ഭാഗം വരച്ചു. പിന്നെ അതുപോലെ തന്നെ അടുത്ത കണ്ണും നമ്മൾ വരക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു കണ്ണും നമ്മൾ വരച്ചെടുക്കുന്നു, ഷേപ്പ് ഉണ്ടാക്കുന്നു. അത് നമ്മൾ ഡാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ മൂക്കിൽ കിടക്കാം. ആ മൂക്കിൻ്റെ പോർഷൻസ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ മൂക്കും നമുക്ക് റെഡി ആയിട്ടുണ്ടല്ലേ. നമുക്ക് താഴോട്ട് വരുന്ന ചുണ്ടിൻ്റെ ഭാഗമാണ് വരക്കേണ്ടത്. ചുണ്ടിൻ്റെ ഗ്യാപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ചുണ്ട് നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ്. ചുണ്ട് നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലേ. നമുക്ക് താഴോട്ട് വരുന്ന ആ താടിയുടെ ഭാഗം കൂടെ നമുക്ക് റെഡിയാക്കാം. താടിയുടെ ഭാഗം കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫേസ് നമുക്ക് കിട്ടും. നെഹ്റുയുടെ ഫേസ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, നമുക്കിവിടെ താടിയുടെ ഭാഗം വരച്ചു. ബാക്കി വരുന്ന കഴുത്തിൻ്റെ ഭാഗം, അതുപോലെ തന്നെ നെഹ്റു ഇട്ടിരിക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വരക്കാം. പിന്നെ മറന്നു പോകാൻ പറ്റില്ല, നെഹ്റു ഒരു റോസാപ്പൂ കുത്തിയിട്ടുണ്ടാവും. അതും നമ്മൾ ഉറപ്പായും വരക്കണം. അത് മറക്കാതെ വരച്ചെടുക്കാം. പോക്കറ്റിൽ ഒരു റോസാപ്പൂവും വരക്കാം. ബാക്കി വരുന്ന പോർഷൻസ് വരക്കാം. അപ്പോൾ നമ്മൾ നെഹ്റു നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളെ വരക്കാം. അടുത്തായി നമ്മൾ വരക്കുന്നത് ചന്ദ്രശേഖർ ആസാദിനെയാണ്. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, നമ്മളിവിടെ മുടിയൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെവിയുടെ ഭാഗം വരച്ചു. പിന്നെ നമ്മൾ ഫേസിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. മീശ പിരിച്ചിരിക്കുന്ന ഒരു അതാണ് ക്യാരക്ടർ.
അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പിരികം വരച്ചു. അതുപോലെ തന്നെ കണ്ണ് വരയ്ക്കുകയാണ്. ഒരു കണ്ണ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം നമ്മൾ അപ്പുറത്തെ കണ്ണും വരയ്ക്കുക. 2 കണ്ണും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്ക് വരക്കാം. പതിയെ പതിയെ നമുക്ക് മൂക്കിൻ്റെ അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ മൂക്കും വരച്ചെടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ മൂക്കിൻ്റെ ആ ഒരു ഷേപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മൂക്കിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടോ. നമുക്ക് മീശ വരക്കാം. താഴത്തുള്ള മീശ ഒന്ന് വരക്കാം. പിരിച്ചിരിക്കുന്ന മീശയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. മീശ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് മീശ കട്ടി കുറച്ചൊന്ന് വരക്കുക. പിന്നെ ഒരു ചുണ്ട് വരക്കുക. താഴത്ത് വരുന്ന ആ ചുണ്ടും ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, നമുക്ക് ചുണ്ടും വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് താടിയുടെ പോർഷൻസും വരക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫേസിൻ്റെ സ്ട്രക്ചർ കിട്ടി. ഇനി നമുക്ക് മീശ പിരിക്കുന്ന ഒരു ഇതാണ് പിക്ചറിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീശ പിരിക്കുന്ന വിരലൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കുക. കറക്റ്റായിട്ട് വരച്ചിട്ട് എങ്ങോട്ടാണോ കൈ നിൽക്കുന്നത് അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. കൈ കെട്ടിയിരിക്കുന്ന വാച്ചൊക്കെ വരച്ചു. പിന്നെ കൈ അങ്ങോട്ട് താത്തിരിക്കുന്ന ആ പോർഷൻസ് വരച്ചു. പിന്നെ ബാക്കി വരുന്ന ശരീരത്തിൻ്റെ ഭാഗം, അതുപോലെ തന്നെ കൈയുടെ ചെസ്റ്റിൻ്റെ ഭാഗം, അതൊക്കെ ഒന്ന് ജസ്റ്റ് വരക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗം, പിന്നെ അടുത്ത കൈയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. പിന്നെ ആ കെട്ടിയിരിക്കുന്ന ആ ഒരു നൂലും അതും വരച്ചിട്ടുണ്ട്. കൈയുടെ പോർഷൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫ്രീഡം ഫൈറ്റർ വരക്കാം. നമ്മൾ ഭഗത് സിംഗിനെയാണ് വരക്കുന്നത്. അപ്പോൾ ഭഗത് സിംഗിൻ്റെ ക്യാപ്പൊക്കെ നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴത്തേക്ക് വരുന്ന മുടിയും അതുപോലെ തന്നെ കണ്ണിൻ്റെ പോർഷൻസും വരക്കുന്നുണ്ട്. നമ്മൾ 2 കണ്ണും നല്ല വൃത്തി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂക്കും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീശയും ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുണ്ടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ചുണ്ടും നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഫേസിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കി വരുന്ന കോളറും അതുപോലെ തന്നെ കുപ്പായത്തിൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു ഷേപ്പും വരച്ചു. അപ്പോൾ നമുക്ക് ഭഗത് സിംഗ് റെഡി ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്ത ഫ്രീഡം ഫൈറ്റർ വരക്കാം. അടുത്ത നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെയാണ് വരക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ക്യാപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പിരികം, അതുപോലെ തന്നെ കണ്ണട വരക്കുന്നുണ്ട്. 2 കണ്ണടയും വരച്ചു. പിന്നെ അതിനുള്ള കണ്ണ്, അതുപോലെ തന്നെ മൂക്കും, പിന്നെ നമ്മളെ ചുണ്ടൊക്കെ ജസ്റ്റ് വരക്കുക. ചുണ്ട് വരച്ചു. ചുണ്ട് വരച്ചതിന് ശേഷം നമുക്ക് താടി ഒന്ന് വരക്കാം. പിന്നെ അതുപോലെ തന്നെ മുടിയുടെ ആ ഷേപ്പ് വരക്കുക. കാത് വരക്കുക. കാത് വരച്ചതിന് ശേഷം നമ്മൾ കഴുത്തിലേക്ക് വരക്കാം. കഴുത്തിൻ്റെ പോർഷൻസ് വരക്കാം. പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ആ ഒരു ഡ്രസ്സും നമുക്ക് വരക്കാം. ഒരു യൂണിഫോം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡിങ്സിലെടുക്കാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ക്യാപ്പിൻ്റെ പോർഷൻസാണ്. ഞാനിവിടെ ലൈൻ ഇട്ടുള്ള ഷെയ്ഡിങ്സാണ് ഇവിടെ കൊടുക്കുന്നത്. ഹാച്ചിങ് മെത്തേഡാണ് പറയുന്നത്. പെൻസിൽ വെച്ചിട്ടുള്ള ലൈൻ ഇട്ട് ഷെയ്ഡ് ചെയ്യുന്നതാണ് ഹാച്ചിങ് മെത്തേഡ്. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഇന്ന് ഇതിൽ ഞാൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫേസിൻ്റെ ഷെയ്ഡിങ്സ് കൊടുക്കുന്നത്. ഫേസും മൂക്കും, പിന്നെ എവിടേക്കാണോ ഡാർക്ക്നെസ് വേണ്ടത് അവിടേക്കാണ് നമ്മൾ ഡാർക്ക് ചെയ്യുന്നു. പിന്നെ ലൈറ്റ് വേണ്ട ഭാഗം അങ്ങനെ ഒഴിച്ചു വിടുന്നുണ്ട്. ലൈറ്റ് വരുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് ഡ്രോയിങ് കോമ്പറ്റീഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ പെട്ടെന്നായിട്ട് ഷെയ്ഡിങ് ചെയ്ത് തീർക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഹാച്ചിങ് മെത്തേഡ്, ലൈൻ ഇട്ട് ഷെയ്ഡ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കുക. മറ്റേത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാച്ചിങ് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹാച്ചിങ് മെത്തേഡും മെയിൻ നമുക്ക് ഡ്രോയിങ് കോമ്പറ്റീഷനിൽ നല്ലൊരു മാക്സിമം ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അതിനാണ് നമുക്ക് ഫസ്റ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഹാച്ചിങ് മെത്തേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സുഭാഷ് ചന്ദ്രബോസ് റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കി നമുക്കിവിടെ ഭഗത് സിംഗിനെ വരക്കാം. ഭഗത് സിംഗിൻ്റെ ക്യാപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല ഷെയ്ഡിങ് കൊടുക്കുക. ഡാർക്ക് ഒരു ക്യാപ്പാണ്, ഷേഡോസ് വരേണ്ട. അപ്പോൾ അവിടെയൊക്കെ ഡാർക്ക് കൊടുക്കുക. പിന്നെ ലൈറ്റ് വരുന്നെടുക്കുക, ലൈറ്റ് കൊടുക്കുക. ബാക്കി ക്യാപ്പിൻ്റെ പോർഷൻസ് ഫുള്ളായിട്ട് ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുക. പെൻസിൽ വെച്ച് നല്ലപോലെ ഡാർക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 6B അല്ലെങ്കിൽ 8B പെൻസിൽ ഉപയോഗിക്കുന്നതാണ് ഡാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഉപയോഗിച്ച് 4B ആണ്. നിങ്ങൾക്ക് 6B ഉപയോഗിക്കാം കുറച്ചുകൂടി ഡാർക്ക് കിട്ടാൻ വേണ്ടി. നമ്മളിവിടെ മൂക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസും ഫേസൊക്കെ ഭഗത് സിംഗിൻ്റെ ഫേസൊക്കെ നമ്മളിവിടെ ഷെയ്ഡ് എടുക്കുന്നുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് എടുക്കുന്നുണ്ട് വിരൽ വെച്ചിട്ട്. ബാക്കി വരുന്ന കഴുത്തിൻ്റെ ഭാഗം അതൊക്കെ ഒന്ന് ബ്ലെൻഡ് എടുക്കുക. ബാക്കി ഷർട്ടിൻ്റെ പോർഷൻസൊക്കെ കൈ വെച്ചിട്ട് ബ്ലെൻഡ് എടുക്കുക. നമുക്ക് നെഹ്റുവിൻ്റെ പോർഷൻസ് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. നെഹ്റുവിൻ്റെ മുടിയുടെ ഭാഗം, അതുപോലെ തന്നെ ചുണ്ട്, ലിപ്പിൻ്റെ ഭാഗം, ബാക്കി വരുന്ന ഭാഗമൊക്കെ ഞാൻ ഇവിടെ ഹാച്ചിങ് മെത്തേഡ് ചെയ്യുന്നുണ്ട്. ബാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ അടിച്ചതിന് ശേഷം ഞാൻ ഇവിടെ കൈ കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്യുന്നു. ബാക്കി വരുന്ന ഡാർക്ക്നെസ് പോർഷൻ അതുപോലെ തന്നെ ആ ഡ്രസ്സിൻ്റെ ഭാഗമൊക്കെ ഞാൻ ഇവിടെ ലൈൻ ഇട്ടിട്ട് ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചന്ദ്രശേഖർ ആസാദിൻ്റെ നമുക്ക് മുടിയുടെ ഭാഗം പോർഷനായിട്ട് നമുക്ക് നല്ല ഒരു ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യാം. അതുപോലത്തെ കണ്ണിൻ്റെ ഭാഗം, കൺപിരികം, പിന്നെ മീശയുടെ പോർഷൻസ്, അതുപോലെ ചുണ്ടിൻ്റെ ആ തിളങ്ങുന്നൊരു ഭാഗം, പിന്നെ
ബാക്കി വരുന്ന ഫേസിൻ്റെ ഭാഗമൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് വാച്ച് അതുപോലെ തന്നെ കൈ പിരിക്കുന്നതൊക്കെ നമുക്ക് ഡാർക്ക് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഫൈനലായി നമ്മുടെ രാഷ്ട്രപിതാവിനോടൊക്കെ വരികയാണ്. നമ്മളെ മഹാത്മാഗാന്ധിയുടെ കണ്ണടയൊക്കെ നമുക്ക് റൗണ്ടായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഡാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഉള്ളിലത്തെ കണ്ണിൻ്റെ പോർഷൻസ് ഡാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ബാക്കി വരുന്ന കണ്ണടയുടെ ആ ഒരു പോർഷൻസ് ഡാർക്ക് ചെയ്യുക. പിന്നെ മൂക്കിൻ്റെ സൈഡിൽ ഭാഗത്തെ കുറച്ച് ഡാർക്കൻസ് ആയിരിക്കും. പിന്നെ ആ ചുളികളൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ മീശയുടെ പോർഷൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ തന്നെ ബാക്കി വരുന്ന ആ തലയുടെ പോർഷൻസ് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ചെയ്യാം. പിന്നെ കൈവിരൽ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിടുക. നമുക്കിവിടെ കൈവിരൽ വെച്ചിട്ട് പതിയെ പതിയെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഷെയ്ഡിങ്സ് പതിയെ പതിയെ ചെയ്യുന്നുണ്ട്. ലിപ്പിൻ്റെ പോർഷൻസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന താടിയുടെ പോർഷൻസ് നമ്മളുടെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്കിവിടെ പതിയെ പതിയെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന താഴോട്ടുള്ള പോർഷൻസും നമ്മുടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ഉടുത്തിരിക്കുന്ന ആ ഡ്രസ്സും നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഫ്രീഡം ഫൈറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലാഗ് ഒന്ന് വരക്കാം. നമ്മളെ ഫ്ലാഗ് വരക്കാനായിട്ട്, പതാക വരക്കാനായിട്ട് ഞാനിവിടെ ഓറഞ്ച് സ്കെച്ച് എടുത്തിട്ട് ഫുള്ളായിട്ട് ഇന്ന് വരച്ചിടുന്നുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ച എടുത്തിട്ട് നമുക്ക് താഴത്ത് വരുന്ന വൈറ്റ് വിട്ടിട്ട് താഴോട്ടുള്ള പോർഷൻസ് നമുക്കിവിടെ പച്ച ഷെയ്ഡിങ്സ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിലത്തെ അശോക ചക്രമാണ് വരക്കേണ്ടത്. അപ്പോൾ അശോക ചക്രം വരക്കാനായിട്ട് ഞാനിവിടെ നീല സ്കെച്ച് എടുത്തിട്ട് ഫുള്ളായിട്ട് അത് വന്ന് വരച്ചെടുക്കുന്നുണ്ട്. ചക്രം ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ താഴെയായിട്ട് ഒരു ജയ് ഹിന്ദ് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കാം. ജയ് ഹിന്ദ് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ടൊന്ന് എഴുതിവിടുക, ജയ് ഹിന്ദ് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഈ ജയ് ഹിന്ദും നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക.